ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ചേനൽക്കാർ ജാതി മതഭേദമെന്നെ ആഘോഷിക്കുന്ന നമ്മുടെ കാളറോഡ് ചന്ദനക്കുട നേർച്ചയുടെ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. കാളറോഡ് നേർച്ചയുടെ ഭാഗമായി ഓരോ ദേശത്തിനും പ്രത്യേകം നേർച്ചകളുണ്ടാവും. ആ നേർച്ചകളെല്ലാം കൂടിയിട്ട് രാത്രിയാണ് കാളറോട്ടിലേക്ക് പോകുന്നത്. ഞങ്ങളുടെ മേപ്പാട് നേർച്ചയാണ്. അതേപോലെ തന്നെ ഓരോ സെൻറ്ററിലും അവരവരെ നേർച്ച ആഘോഷിക്കും. അതായത് ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റുപോറും ഒരു 1.5 കിലോമീറ്റർ ചുറ്റോറും തന്നെ ഒരു 5-6 നേർച്ചകൾ തന്നെ ഉണ്ടാവും കേട്ടോ. യൂണിയൻകാരുടെ നേർച്ച, ചേലക്കര സെൻറ്ററുകാരുടെ നേർച്ച, അതേപോലെ പത്തൂടി നേർച്ച, ചീപ്പാർ നേർച്ച, അന്ത്രോട്ടുകാരുടെ നേർച്ച, നാട്ടിൻചിറക്കാരുടെ നേർച്ച, പ്ലാക്കോട് നേർച്ച, അങ്ങനെ 6 നല്ല അതിനും കൂടുതൽ നേർച്ചകൾ തന്നെ ഈ ഒരു 1.5 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ഈ പറഞ്ഞ നേർച്ചകൾ കംപ്ലീറ്റ് ഉണ്ട്. നേർച്ച ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഓർഡറുകൾ ഉണ്ടായിരുന്നു കേക്കിൻ്റെ. അതുകൊണ്ട് തന്നെ എനിക്ക് നിന്ന് തിരിയാനുള്ള നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ എപ്പോഴും പറയില്ല, ചത്തുപണി എന്ന് പറഞ്ഞ പോലെ പണിതിട്ടാണ് പണികൾ തീർന്നത്. പുലർച്ചെ 4 മണിക്ക് എണീറ്റ് പണികൾ തുടങ്ങിയിട്ട് ആ പണികളൊക്കെ തീർന്നത് വൈകിട്ട് 4:30-ക്കാണ്. എങ്ങനെയൊക്കെയോ കേക്കിൻ്റെ പണികൾ അവസാനിപ്പിച്ചു. കേക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. 3 മണി സമയത്തൊക്കെ തന്നെ തോന്നുന്നു. അതുകൊണ്ട് തന്നെ എനിക്കത് പോയി കാണാൻ പറ്റിയില്ല. അവരുടെ നേർച്ച എനിക്ക് വീഡിയോ എടുക്കണം മിസ്സായിട്ടോ. രാവിലത്തെ മീൻസ് 3 മണിത്തെ ആ ടൈമത്തെ വീഡിയോ പിടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് പറ്റിയില്ല. ഞാൻ പറഞ്ഞില്ല, ജനലയുടെ അവിടെ വന്നിട്ട് പണിയുടെ സമയത്തൊന്ന് കണ്ടു. അതിനുള്ള ടൈം കിട്ടിയുള്ളൂ. ഒന്ന് ഇറങ്ങി വന്ന് വീഡിയോ എടുക്കാനും മനസ്സിലായിരുന്നാലും സാധിച്ചില്ല, അത്രയും തിരക്കായതുകൊണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ സ്ഥലത്ത് നിന്നിട്ട് മേപ്പടങ്ങാരെ വീഡിയോ ഫുള്ള് എടുക്കാൻ പറ്റിയിട്ടോ. പ്രാവശ്യം അത് മിസ്സായിപ്പോയി ഗൈസ്. ഇത് മേപ്പാടം സെൻറ്ററാണ്.
അതുപോലെ ട്രഷററായ നമ്മുടെ പ്രിയപ്പെട്ട ഫൈസലിനും ഹൃദയത്തിൽ നിന്ന് ബിഗ് സലൂട്ട്. പകല് നമ്മുടെ വീടിൻ്റെ അധീനം വന്ന മേപ്പാടത്ത് ഘോഷയാത്ര പിടിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് രാത്രി എന്നെ വേഗം വന്നിട്ട് അവരെ ഘോഷയാത്ര വരുമ്പോൾ അവിടുത്തെ വീഡിയോകളൊക്കെ മാക്സിമം ഞാൻ അപ്ലോഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ അവിടെ താമസിച്ചുകൊണ്ട് അവരുടെ മാത്രം വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ അത് മോശമല്ലേ. അങ്ങനെ വിചാരിച്ചിട്ട് പിന്നെ വേഗം ആ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വേഗം ഘോഷയാത്ര വരുന്ന സമയത്ത് മേപ്പാടം സ്ഥലത്തേക്ക് വന്നു. അടിപൊളിയായിരുന്നു. ഒരുപാട് പേര് കാണാൻ വേണ്ടിയിട്ട് 4 ഭാഗത്തും ഉണ്ടായിരുന്നു കേട്ടോ ഘോഷയാത്ര വരുമ്പോൾ. ഒരുക്കി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സ്റ്റേജിന്റെ മുമ്പിൽ നിന്നും കാണികൾ 2 സൈഡിലേക്ക് മാറി നിൽക്കുന്നത് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. യാതൊരു തടസ്സവും വരുത്തരുത്. സാധാരണ ദഫൊക്കെ കളിക്കുന്ന സമയത്ത് ബാക്കിലൊക്കെയും നിൽക്കുന്ന ആൾക്കാർക്ക് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുക, മൊത്തം ആൾക്കാരും ചുറ്റിനും നിന്നിട്ട്. പക്ഷെ ഇവിടെ സ്റ്റേജ് കെട്ടിയിട്ട് അത് സെറ്റ് ചെയ്തതുകൊണ്ട് തന്നെ എല്ലാവർക്കും സുഖമായിട്ട് കാണാൻ പറ്റിയിട്ടോ. നന്നായിട്ട് അടിപൊളിയായിട്ട് തന്നെ എല്ലാവർക്കും കാണാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കമ്മിറ്റിക്കാർ. കാളിയാറോഡ് നേർച്ച കാണാനും കാളിയാറോട്ടിലേക്ക് പോകാനൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാർ, തൃശ്ശൂരിൽ നിന്ന് വരുന്ന ഭാഗത്തു നിന്ന് വരുന്ന ആൾക്കാരും പാലക്കാട് ഭാഗത്തു നിന്ന് വരുന്ന ആൾക്കാരൊക്കെയും 2 സൈഡിൽ നിന്ന് മെയിനായിട്ട് കാളിയാറോട്ടിലേക്ക് കയറുന്ന ഭാഗം നമ്മുടെ ഈ മേപ്പാടം സെൻറ്ററാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് നല്ല തിരക്കുണ്ടാവും നേർച്ച സമയത്തൊക്കെ കേട്ടോ. വളരെയധികം വണ്ടികളുടെ തിക്കും തിരക്കൊക്കെ അനുഭവപ്പെടാറുണ്ട്. പക്ഷെ ഇവിടെ സ്റ്റേജ് കെട്ടി എല്ലാവർക്കും കാണാനുള്ള സൗകര്യം ഒരുക്കിയത് കൊണ്ട് തന്നെ എല്ലാവർക്കും വളരെ നന്നായിട്ട് നമ്മുടെ കോൽക്കളിയും അതേപോലെ തന്നെ ദഫും മുട്ടും ഒപ്പനയും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം ആസ്വദിക്കാൻ പറ്റി എല്ലാവർക്കും. 4 ഭാഗത്തുള്ള ബിൽഡിങ്ങുകളുടെ മുകളിലേക്കും പെണ്ണുങ്ങളും അതുപോലെ വീട്ടിലുള്ള പ്രായമായ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവരെല്ലാവരും നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതായത് എന്താ പറയുക, ചിലർക്ക് ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് പുറത്തിറക്കാനൊക്കെ പേടിയുള്ള ആൾക്കാർക്ക് 4 ഭാഗത്തെ ബിൽഡിങ്ങിൻ്റെ മുകളിലൊക്കെ കയറി നിന്നിട്ട് കണ്ടുകൊണ്ടിരിക്കേണ്ടി. പിന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫ്രണ്ടിൽ തന്നെ വന്നു നിന്നു കേട്ടോ. ദഫിൻ്റെ പിള്ളേർ നന്നായി ചിരിച്ചും കൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവരെ കളി കാണാൻ. അവരെ മുഖം കണ്ടാൽ തന്നെ നമുക്ക് നല്ലൊരു സന്തോഷം വരും. മേപ്പാടം നേർച്ച ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറെ സൈഡിൽ കൂടെ നാട്ടിൻചിറയത്തെ നേർച്ച വന്നുകൊണ്ടിരുന്നിരുന്നു കേട്ടോ. എല്ലാവർക്കും അവരുടേതായ കോസ്റ്റ്യൂംസ് എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം ഇട്ടിട്ടായിരുന്നു അവരേക്കും വരവേൽപ്പ്.
പഴയ മോഡൽ കോൽക്കളി ഉണ്ടായിരുന്നു കേട്ടോ. കോൽക്കളി എല്ലാവരും നന്നായി ആസ്വദിച്ചിരുന്നു. പോലീസ് അധികാരികൾ അഭ്യർത്ഥിക്കുന്നു, ടീമുകൾ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്ന പണം യുവജന കോപ്പി റൈറ്റിങ്ങിൻ്റെ ഇഷ്യൂ വരുന്നത് കൊണ്ട് തന്നെ ഞാൻ വീഡിയോസിൽ പാട്ടുകളൊന്നും അധികം ഉൾപ്പെടുത്തിയിട്ടില്ല. കുറച്ചൊക്കെയും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടി മാത്രമേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. നാട്ടിൻചിറക്കാരുടെ ഘോഷയാത്ര വന്നപ്പോൾ പിന്നെ നാട്ടിൻചിറത്തെ ആ കുട്ടികളുടെ അറവനമുട്ട് സ്റ്റേജിൽ പരിപാടി തുടങ്ങി. അവരുടെ കളി കഴിഞ്ഞപ്പോൾ മേപ്പാടംകാരുടെ ഒപ്പനയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും നല്ല കോസ്റ്റ്യൂമൊക്കെ അടിപൊളിയായിരുന്നു. സമയപരിധിയുള്ള കാരണം കൊണ്ട് എത്രയും പെട്ടെന്ന് റെഡി ആവണം. അങ്ങനെ മേപ്പാടത്ത് വളർന്നു വരുന്ന തലമുറകളുടെ 2 ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. 2 ഡാൻസും അവർ നന്നായി ആടി തിമർത്തന്നെ കളിച്ചു.
ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അവരുടെ ഡാൻസുള്ള കാര്യം കേട്ടോ. പെട്ടെന്ന് കണ്ടപ്പോൾ എല്ലാവർക്കും അതൊരു സർപ്രൈസായിപ്പോയി. ഈ ടൈമിലെല്ലാം റോഡിൽ കൂടെ തോനെ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചീറി പാഞ്ഞ് പോകണ്ടായിരുന്നു കേട്ടോ. അത്രയും തിരക്കായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, 2 ഭാഗത്ത് തൃശ്ശൂർ ഭാഗത്ത് നിന്ന് വരുന്ന ആൾക്കാരും അതേപോലെ തന്നെ പാലക്കാട് ഭാഗത്ത് നിന്ന് വരുന്ന ആൾക്കാരൊക്കെ നേർച്ചയ്ക്ക് വരുന്നത് നമ്മുടെ ഈ വഴി കൂടെയാണ്. ഇതിന് ഈ സെൻറ്ററിൽ കൂടെയുള്ള വഴി കൂടെയാണ് നമ്മുടെ കാള റൂട്ടിലേക്ക് തിരിഞ്ഞ് പോണ വഴി. അതുകൊണ്ട് ഇവിടെ നല്ല തിരക്കാണ് ഉണ്ടാവുക നേർച്ചയായ. എനിക്കാണെങ്കിൽ നന്നായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും മൊബൈൽ പിടിച്ച് 4 ഭാഗത്ത് നിൽക്കുക കേട്ടോ. പക്ഷേ അത് കഴിഞ്ഞ് വീട്ടിലെത്തിയതും ആദിലിൻ്റെ വിളി തന്നു, വീഡിയോ എടുത്തത് കാട്ട് പറഞ്ഞിട്ട് കേട്ടോ. പിന്നെ അവൻ വന്നിട്ട് അതൊക്കെ സെൻഡാക്കിയിട്ട് പോയി. പക്ഷെ ഞാൻ അവർ വിചാരിച്ച അതൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ എടുക്കുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാവില്ല. എല്ലാവരും 4 ഭാഗത്ത് വീഡിയോ എടുക്കുക. നമുക്ക് ഫ്രണ്ടിലേക്കാണ് കയറാൻ പറ്റിയില്ല. നമുക്ക് പറ്റതുപോലുള്ള വീഡിയോ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. മേപ്പാട് നേർച്ച കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് ചേലക്കരയത്തെ നേർച്ച കാണാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. നല്ല തിരക്കുണ്ടില്ലേ റോഡിൽ. ഞങ്ങൾ നേർച്ചയുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചുറ്റി നടന്ന് എല്ലാ ഭാഗത്തെ നേർച്ചയും ഒന്ന് കണ്ടിട്ട് വരും. അങ്ങനെ നേരെ ചേലക്കരയ്ക്ക് പോയി. ഇത് പിന്നെ പത്തൂടിക്കാരൻ നേർച്ചയാണ് കേട്ടോ. അവിടുത്തെ മേപ്പാടത്ത് കഴിഞ്ഞ് പിന്നെ ചേലക്കര കഴിഞ്ഞ് പിന്നെ പത്തൂടിക്കാരൻ നേർച്ചയാണ്. ഇത് പത്തൂടി സെൻറ്ററിലേക്ക് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നടന്നു വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പത്തൂടിത്തെ നേർച്ചയ്ക്കും കുറച്ച് നേരം നിന്ന് കണ്ടു കേട്ടോ. ഇവിടുത്തെ പ്രോഗ്രാമും അടിപൊളിയായിട്ട് തന്നെ നടത്തിയിട്ടുണ്ട്. എല്ലാവരും നാടും എല്ലാവരും നിന്ന് നന്നായി എൻജോയ് ചെയ്തിട്ടുണ്ട്. ഡാൻസും അതേപോലെ ബാലൻസ് സെറ്റും എല്ലാം കണ്ടിട്ടുണ്ട് കേട്ടോ. പത്തൂടിക്കാരെ നേർച്ച കഴിഞ്ഞ ശേഷം ഞങ്ങൾ നേരെ പോയത് ചീപ്പാറയ്ക്കാണ് കേട്ടോ. ചീപ്പാറയിൽ പോയിട്ട് അവിടുത്തെ വീഡിയോയ്ക്കും ജസ്റ്റ് ഒന്ന് എടുത്തു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കാളിറോഡ് നേർച്ചയുടെ വിശേഷങ്ങൾ. ഒരുപാട് വീഡിയോ എടുത്തെങ്കിലും അപ്ലോഡാക്കാൻ പറ്റിയില്ല. മൊത്തം കോപ്പിറൈറ്റിന് വരുന്ന ഭാഗങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത കണ്ടൻറ്റുമായി വരുന്നവരെ ഗുഡ് ബൈ. സബ്സ്ക്രൈബ് ചെയ്യണേ, ബെല്ലൈക്കൺ മതി. എല്ലാവർക്കും